ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളക്കാരൻ എവിടെ? 17 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാനാകാതെ പോലീസ്. എറണാകുളത്തും അയൽ ജില്ലകളിലും തെരച്ചിൽ. കത്തികാട്ടി പേടിപ്പിച്ച് കവർന്നത് 15 ലക്ഷം രൂപ. ഡൽഹി മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബിജെപി നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. വയനാടിനായി കേന്ദ്രം അനുവദിച്ച വായ്പ ഫലം ചെയ്യില്ലെന്ന് വിലയിരുത്തൽ. മാർച്ച് 31-നകം ചെലവഴിക്കണമെന്ന വ്യവസ്ഥ മാറ്റണമെന്ന ആവശ്യം. കേന്ദ്രത്തെ സമീപിക്കാൻ നീക്കം. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അപകട സ്ഥലവും മരിച്ചവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. സിനിമാ സമരത്തെ ചൊല്ലി പോരുമുറുകുന്നു. ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. ജി സുരേഷ് കുമാറിനെതിരെ നിലപാടെടുത്തേക്കുമെന്ന് സൂചന. അനധികൃത കുടിയേറ്റക്കാരുമായുള്ള 2 വിമാനങ്ങൾ കൂടി അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു വിമാനം വൈകിട്ട് അമൃത്സറിലെത്തും. വിമാനത്തിൽ 119 യാത്രക്കാരെന്ന് സൂചന. ബിജെപി പഞ്ചാബിനെ അപമാനിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി. കെ സുരേന്ദ്രൻ തുടരുമോ? പുതിയ അധ്യക്ഷൻ വരുമോ? ബിജെപി സംസ്ഥാന അധ്യക്ഷനെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, എം.ടി. രമേശ് എന്നിവരുടെ പേരുകളും പരിഗണനയിൽ. +1 വിദ്യാർത്ഥി ജീവനൊടുക്കിയ കുറ്റിച്ചൽ സ്കൂളിലെ ക്ലർക്കിനെതിരെ നിരവധി പരാതികൾ. അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം. ഗാസയിൽ നിലപാട് മയപ്പെടുത്തി ഹമാസ്. 3 ബന്ദികളെ കൂടി ഇന്ന് മോചിപ്പിക്കും. സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക മത്സരം ഇന്ന്. എതിരാളികൾ മോഹൻ ബഗാൻ. ഫുട്ബോൾ പ്രേമികൾക്കായി തയ്യാറെടുത്ത് കൊച്ചി മെട്രോയും. തൃശൂർ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് പണവുമായി കടന്നു കളഞ്ഞയാളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സംഭവം നടന്നിപ്പോൾ 17 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മോഷ്ടാവ് എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, പട്ടാപ്പകൽ നടത്തിയ ഒരു കൊള്ള, അതും ഒരു സ്കൂട്ടറിൽ വന്ന് ഒരാൾ 3 മിനിറ്റിനകം കൊള്ള നടത്തി ഇറങ്ങിപ്പോകുന്നു. അയാൾ 17 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടിയിലായില്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്? എന്തൊക്കെയാണ് പോലീസിന്റെ സംശയങ്ങൾ? ശ്രീജ, ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ അക്രമിയെക്കുറിച്ച് അല്ലെങ്കിൽ മോഷണം നടത്തിയ ആളെക്കുറിച്ച് സൂചനകൾ അതെല്ലാം തന്നെ പോലീസ് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായൊരു ചിത്രത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ വന്ന വാഹനം അത് സ്കൂട്ടർ ആണെന്ന് പറയുന്നതിനപ്പുറം അതിൻ്റെ ഒരു നമ്പർ ട്രാക്ക് ചെയ്യാൻ പോലും സാധ്യമായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഇയാൾ ഹിന്ദി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. അത് മനഃപൂർവ്വം ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനാവാം. ഇതിനപ്പുറത്തേക്കൊന്നും പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ സംശയങ്ങളുടെ ഈ കാര്യങ്ങളിൽ തന്നെയാണ് പോലീസ് ചുറ്റിത്തിരിയുന്നത്. ഈ മോഷണം നടത്തിയാൽ എറണാകുളത്തേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് അങ്കമാലിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ മാത്രമേ തെളിവുള്ളൂ. ഇപ്പോഴും എറണാകുളത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ പോലും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച പൂർണ്ണതയിലേക്ക് പോകാൻ, വ്യക്തമായൊരു ദിശയിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ 17 മണിക്കൂറുകളാവും പിന്നിടുകയും ചെയ്യുന്നു. ഇപ്പോൾ പോലും ഒരു കൃത്യതയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ബലപ്പെടുകയാണ്. ഇയാളെക്കുറിച്ച് സൂചനകൾ എന്ന് പറയുമ്പോഴും അത് ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ച ഒന്നും തന്നെയും പോലീസ് ഒന്നുകിൽ പുറത്തേക്ക് വിടുന്നില്ല, അല്ലെങ്കിൽ പോലീസിന് വ്യക്തമായിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാൾക്കായുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും
ഏതായാലും ഈ അന്വേഷണം തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പോലീസിന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നലെ വ്യാപകമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ എറണാകുളം മേഖലയിൽ, അതായത് റൂറൽ പോലീസിന്റെ ലിമിറ്റിൽ വരുന്ന അങ്കമാലിയിലും ആലുവയിലും പെരുമ്പാവൂരും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം നടന്നിരുന്നു. പക്ഷേ എവിടേക്കും അത് എത്തിയിട്ടില്ല എന്നതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചിരുന്നത് മറ്റാരെങ്കിലും, ഇതര സംസ്ഥാനക്കാരായ ആരെങ്കിലും ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ എന്നെല്ലാം ഒരു സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റൊന്നും സംസാരിക്കാതെ 2 ഹിന്ദി വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഇയാൾ ഈ കൃത്യം നടത്തി മടങ്ങുകയും ചെയ്തു. അത് വന്ന ദിശ എന്ന് പറയുന്നത് അങ്കമാലിയിലേക്കും ഈ ഭാഗത്തേക്കെല്ലാമാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളും മറ്റുമുള്ള ഈ മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ച് വന്നതോടെ ആ രീതിയിലുള്ള ഒരു അന്വേഷണമുണ്ടായി. പക്ഷെ അപ്പോഴും ഈ ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരമൊരു ശ്രമങ്ങൾ ഉണ്ടായതെന്ന് പോലീസിന് സംശയം ബലപ്പെടുകയായിരുന്നു. ബാങ്കിലേക്ക് വന്ന് ഏതാണ്ട് 2.5 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ച് ഈ പണവും എടുത്ത് ഇയാൾ മടങ്ങുന്ന ആ രീതി വന്നിരിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, ഈ സമയത്ത് അവിടെ പുറമേയുള്ള CCTVകൾ അതിൽ നിന്ന് ഒന്നും ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ പറയുന്നത് ആ മേഖലയിൽ കുറേ സമയം വൈദ്യുതി നിലച്ചിരുന്നു എന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും ആ സംശയങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. മറ്റൊന്നും ഇതിൽ അയാൾക്കൊരു സഹായം, പ്രത്യേകിച്ച് ഈ ബാങ്ക് നടക്കുന്ന സമയം, ഈ ബാങ്കിൻ്റെ ഒരു ലഞ്ച് ബ്രേക്ക് ആ സമയത്താണ് ഇയാൾ കൃത്യമായിട്ട് എത്തിയത്. അതിനകത്ത് ആളുകൾ കുറവായിരുന്നു. ആകെ 7 സ്റ്റാഫോളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ക്യാഷ് കൗണ്ടറിന് അടുത്ത ഒരു പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, ഈ ആളുകൾ കുറവായ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് അനുകൂലമാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒന്നുകിൽ വളരെ ദിവസങ്ങൾ എടുത്ത കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ഒരാൾ തന്നെയാണ് ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും അയാൾക്കൊപ്പം ഉണ്ടായിരിക്കാം എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഇയാൾ കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. നമുക്കറിയാം, നമ്മളൊരു ATM കൗണ്ടറിനകത്ത് കടന്നു പോകുന്ന ഒരു സമയം അതേ ലാഘവത്തോടു കൂടിയാണ് ഒരു ബാങ്ക് കൊള്ളയടിച്ച ഒരാൾ കടന്നു പോയിരിക്കുന്നത്. ഒപ്പം ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന 45 ലക്ഷത്തോളം രൂപ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇയാൾ വന്ന് കസേരയെടുത്ത ചില്ല് അവിടെ അടിച്ചു അതിനുശേഷം പണം എടുത്തുകൊണ്ട് ഇയാൾ മടങ്ങുന്നു. അതിൽ ആവശ്യത്തിന് പണം, അല്ലെങ്കിൽ അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പണം എടുത്തുകൊണ്ട് പോകുന്നു. സാധാരണ മോഷ്ടാക്കൾ അനുവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും അയാൾ പോവുകയുമില്ല. വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് അയാളെക്കുറിച്ചൊരു വിവരവുമില്ല. പിന്നീട് CCTV ദൃശ്യങ്ങളിൽ അങ്കമാലി ഭാഗത്ത് വെച്ച് അയാൾ കണ്ടു എന്ന് പറയുന്നത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ അനുമാനങ്ങളിൽ നിന്ന്, ഇത്തരം സൂചനകളിൽ നിന്നുകൊണ്ടുമാണ് പോലീസിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൃത്യമായൊരു ദിശയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മോഷണം നടത്തിയ ഒരാളിലേക്ക് കൃത്യമായി സഞ്ചരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. 17 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസ് ചുരുക്കത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. പട്ടാപ്പകൽ നടന്നൊരു കൊള്ള, അതും സിനിമ തിരക്കഥയെ വെല്ലുന്ന രീതിയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നു, 2 പേരെ പൂട്ടിയിടുന്നു, പൈസ എടുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, 3 മിനിറ്റിൽ എല്ലാം കഴിയുന്നു, എന്നിട്ട് സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നു. ആ ഒരു സംഭവത്തിൽ ഇതുവരെയും ഈ പ്രതി എവിടെ എന്നുള്ള രീതിയിൽ ഒന്നിലേക്കും എത്താൻ പോലീസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലാണ്. വളരെ വിശദമായ തെരച്ചിൽ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സിനിമാ സമരത്തെ ചൊല്ലിയുള്ള പോര് മുറുകുന്നതാണ്. ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയും G. സുരേഷ് കുമാറിനെ പിന്തുണച്ചും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ സംഘടനയുടെ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. ഇന്നലെ ആന്റണി പെരുമ്പാവൂരിന്റെ FB പോസ്റ്റ് പങ്കുവെച്ച് മോഹൻലാലും ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഡാനി തന്നെ ഇതിന്റെ വിവരങ്ങൾ കൂടി നൽകും. ഡാനി, ലിസ്റ്റിൻ ഇപ്പോൾ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം പ്രത്യേകിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു എന്തോ ലിസ്റ്റിന് പറയാനുണ്ട്. അത് സ്വാഭാവികമായും സംഘടനയോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യവുമില്ല. എന്താണ് സിനിമാ വൃത്തങ്ങളിലെ ചർച്ചകൾ? ശ്രീജ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം ലിസ്റ്റൻ ഇപ്പോൾ ഈ അസാധാരണമാംവിധം ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഒരു ആവശ്യം എന്ത് എന്നത് ഒരു ചോദ്യമാണ്. കാരണം ഈ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴോ അങ്ങനെ ഒരു
മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല ലിസ്റ്റൻ എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പോകുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് പറയുവാനുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. ഇതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണമാണെങ്കിൽ അത് ആ സംഘടനയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പലതവണ അവർ പറഞ്ഞു അവരുടെ ഒരു ഓഫീസിലോ കാര്യങ്ങളിൽ നിന്നുകൊണ്ടെല്ലാം ആകാം. അപ്പോൾ അതിന് പുറത്ത് മറ്റെന്തോ ആണ്, എന്തോ പറയുവാനുണ്ട്. അല്ലെങ്കിൽ എന്തോ മലയാള സിനിമ രംഗത്ത് മറ്റെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇന്ന് ലിസ്റ്റൻ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. സിനിമാ കാര്യങ്ങൾക്ക് ഇതുവരെയും ലിസ്റ്റൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്ത ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് പോലും അദ്ദേഹം ഇതുപോലെ ഒരു സമ്മേളനം വിളിച്ചിട്ടുമില്ല. അപ്പോൾ കൃത്യമായി മലയാള സിനിമയിൽ ഒരു ചേരുതിരിവിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. ആദ്യഘട്ടത്തിൽ ആന്റണി പെരുമ്പാവൂർ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ എതിർത്തുകൊണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു എന്നത് നമുക്കറിയാം. ആന്റണി പെരുമ്പാവൂർ അത് ഒറ്റയ്ക്കായ ഒരു ശബ്ദമായിരുന്നില്ല എന്ന് പിന്നീടുള്ള മണിക്കൂറുകളിൽ അത് തെളിയിച്ചു. തുടർച്ചയായി മറ്റ് സിനിമാ താരങ്ങൾ, പ്രമുഖ താരങ്ങളടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പൃഥ്വിരാജാണ് ഏറ്റവും ആദ്യം വന്നത്. പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് മറ്റ് പലരും തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വരികയും ചെയ്തു. അതിനുശേഷം മറുപടി നൽകിക്കൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയാണ് മുന്നോട്ട് വന്നത്. അതിൽ കൃത്യമായ രീതിയിൽ അവർ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. വിളിച്ച യോഗത്തിന് വരാതിരുന്ന ആന്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നതാണ് അവരെ ഞെട്ടിച്ചത്. അന്നത്തെ ഈ ചർച്ച നടത്തുന്ന യോഗത്തിൽ ആന്റണി പെരുമ്പാവൂർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിളിച്ചതാണ്, അദ്ദേഹം വന്നില്ല. വരാതിരുന്നിട്ടാണ് ഇപ്പോൾ ഈ സമരത്തെക്കുറിച്ച് മറ്റു രീതിയിൽ പറയുന്നത്. അതുമാത്രവുമല്ല, സുരേഷ് കുമാറിന് ഇപ്പോൾ ചുമതലകളുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ നിർമ്മാതാവ് മറ്റ് തിരക്കുകളിലായതുകൊണ്ട് വൈസ് പ്രസിഡന്റ് അതിന് കൃത്യമായി ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഇത് സംഘടനയുടെ ഔദ്യോഗിക ഭാഷ്യമാണെന്ന് അവരത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിനെ കൂടുതൽ അതിൽ ആക്രമിക്കുക, ഒപ്പം സംഘടന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് പ്രതീക്ഷിച്ചത് എപ്പോൾ ഇതിലേക്ക് മോഹൻലാൽ കൂടി കടന്നു വരും എന്നത് മാത്രമായിരുന്നു. അത് മോഹൻലാൽ കൂടി അതിലേക്ക് വന്നിരുന്നു. സിനിമയ്ക്കൊപ്പം നിൽക്കാം എന്ന ഒരു കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. ആർക്കൊപ്പം നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി തന്നെ ആ ചെറിയ വരികളിലുണ്ട്, വാക്കുകളിലുണ്ട്. ഏതായാലും അത് കൃത്യമായ വേർതിരിവുകളോടുകൂടി വന്നിരിക്കുന്നു. അതേസമയം തന്നെ നിർമ്മാതാക്കളും ഫിലിം ചേംബറും തിയേറ്റർ ഉടമകൾ സംഘടന ഫിയോക്കും എല്ലാം തന്നെ ഒരുമിച്ച് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു എന്നതാണ്. അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യം, താരങ്ങളുടെ പ്രതിഫലമാണ് ഇന്നത്തെ ഈ വിഷയങ്ങൾക്ക് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നു. കോവിഡിന് ശേഷം വലിയ രീതിയിൽ തന്നെ താരങ്ങൾ അവരുടെ പ്രതിഫലം ഉയർത്തുന്നു. അത് OTT റേറ്റിംഗും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ OTT സംവിധാനങ്ങൾ പഴയതുപോലെ വില തരുന്ന രീതിയിലല്ല. താരങ്ങൾ തങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒപ്പം GST അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് പലതും ഉണ്ട്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ താരങ്ങളുടെ പ്രതിഫലം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ് എന്ന് പറയുന്നു. ഒപ്പം അമ്മയെ പ്രകോപിപ്പിച്ച താരസംഘടനയായ അമ്മയെ പ്രകോപിപ്പിച്ചൊരു സംഭവം കൂടി ഇതിനകത്തുണ്ടായി. സുരേഷ് കുമാർ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഈ സംഘടന ഇപ്പോൾ അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്, നാഥനില്ലാത്ത രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ട്. അത് താരങ്ങളെ കൂടി കുറെ കൂടി പ്രകോപിതരാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും തന്നെ നിർമ്മാതാക്കൾ അഭിപ്രായം പറയുന്നു. അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന രീതിയിലേക്ക് വന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ താരങ്ങളും അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഏതായാലും മലയാള സിനിമ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നടന്നടുക്കുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ഇപ്പോൾ ഇന്ന് ലിസ്റ്റിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം ഇനി ആരിതിൽ പ്രതികരിക്കുന്നു, അത് ഇതിൽ നിർമ്മാതാക്കൾക്കിടയിലെ ഒരു ചിത്രം അവർക്കിടയിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാക്കി മുന്നോട്ട് വരുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും സമയത്ത് വാർത്താ സമ്മേളനം ലിസ്റ്റിൻ എന്ത് പറയുന്നു എന്നത് വളരെ നിർണായകമാണ്. നിർമ്മാതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അത് മറനീക്കി പുറത്ത് വന്നു കഴിഞ്ഞു. അതിൽ ആരൊക്കെ ഇനി ചേരിതിരിഞ്ഞ് നിൽക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. ഡാനി പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ മലയാള സിനിമ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നടക്കുമ്പോൾ അതിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണോ പോകുന്നതെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്കറിയാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. സംസ്ഥാനത്ത് BJP അധ്യക്ഷൻ ആരാകും? വീണ്ടും ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനകം തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. K. സുരേന്ദ്രൻ തുടരുമോ അതോ ഒരു പുതിയ അധ്യക്ഷൻ എത്തുമോ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ്
ഈ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. കുറെ കാലം ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ഒടുവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റം വരണമെന്ന് പാർട്ടിയിൽ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കൂടുതൽ ശക്തമായി വരുന്നത്. സംഘടനാ സംവിധാനത്തിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അത് മറികടക്കാൻ വി മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പിന്മാറുകയും വനിതാ പ്രാതിനിധ്യം പരിഗണനാ വിഷയമാവുകയും ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തും. രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയാൽ കൃഷ്ണദാസ് പക്ഷം ശക്തമായി ഉന്നയിക്കുന്ന പേര് MT രമേശിൻ്റെതാകും. വി മുരളീധരൻ ഒരിക്കൽ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതുന്നവരുമുണ്ട്. മുരളീധരനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാമെന്ന ചിന്തയും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ BJPക്ക് ക്രമാനുഗതമായി വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സുരേന്ദ്രൻ തുടർന്നേക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. പ്രസിഡന്റിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷും കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന ഇന്ത്യക്കാരുമായി ഇന്ന് 2 വിമാനങ്ങൾ കൂടി മടങ്ങിയെത്തിയേക്കും. അമൃത്സറിൽ രണ്ടാമത്തെ വിമാനം രാത്രിയോടെ എത്തും. രണ്ടാമത്തെ വിമാനവും അമൃത്സറിൽ തന്നെ ഇറക്കുന്നത് പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമമാണെന്ന് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലാണ് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ 2ാം സംഘത്തെ തിരിച്ചയക്കുന്നത്. ഫെബ്രുവരി 5-നാണ് 105 ഇന്ത്യക്കാരുടെ ആദ്യ സംഘത്തെ അമൃത്സറിലെത്തിച്ചത്. കാൽച്ചങ്ങലയും കൈവിലങ്ങും വിട്ട് ഇന്ത്യക്കാരെ എത്തിച്ചതിൽ ഇന്ത്യ അമേരിക്കയെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇക്കുറി അമേരിക്ക ഇതിൽ മാറ്റം വരുത്തുമോ എന്നത് വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചു എന്നതിൽ സ്ഥിരീകരണമില്ലെങ്കിലും സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതൃപ്തി അമേരിക്ക പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കുറിയും സൈനിക വിമാനത്തിൽ തന്നെയാണോ ഇന്ത്യക്കാരെ നാടുകടത്തുക എന്നതും വ്യക്തമല്ല. രണ്ടാം വിമാനവും അമൃത്സറിൽ ഇറക്കാനുള്ള തീരുമാനം പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ ചീമ ആരോപിച്ചു. ഹരിയാനയിലോ ഗുജറാത്തിലോ വിമാനമിറക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നതാണ് ഇന്ത്യൻ നിലപാട്. നാട് കടത്താനായി അമേരിക്ക തയ്യാറാക്കിയ പട്ടികയിൽ 18,000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം. ഇതിൽ 487 ഇന്ത്യക്കാരെ നാട് കടത്താനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. CBSE 10-12 ക്ലാസ്സുകളിലെ പരീക്ഷ ഇന്ന് തുടങ്ങുകയാണ്. 42 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 7,842 സെന്ററുകൾ പരീക്ഷയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18-നും +2 പരീക്ഷ ഏപ്രിൽ 4-നും അവസാനിക്കും. വയനാട് പുനരധിവാസത്തിന് ഇന്നലെ കേന്ദ്ര സർക്കാർ 529 കോടി രൂപ വായ്പയായി അനുവദിച്ചിരുന്നു. പക്ഷേ ഇത് 1 മാസത്തിനുള്ളിൽ ചെലവഴിക്കണമെന്ന കേന്ദ്ര നിബന്ധന വലിയ പ്രശ്നമാവുകയാണ്. ഈ നിബന്ധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കേരളത്തെ വെല്ലുവിളിക്കുന്നതും പരിഹസിക്കുന്നതുമാണ് കേന്ദ്ര സമീപനം എന്ന വിമർശനമാണ് ഭരണ പ്രതിപക്ഷങ്ങൾക്കുള്ളത്. ഗ്രാന്റ് ചോദിച്ച് കേരളത്തിന് വായ്പ മാത്രം നൽകിയതിലും പ്രതിഷേധമുണ്ട്. അതേസമയം ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, 45 ദിവസം തികച്ചില്ലാത്തപ്പോഴാണ് 529 കോടി രൂപ നൽകിയിട്ട് ആ പണം ചെലവഴിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പൈസ തിരിച്ചു തരാം എന്ന് പറയുന്നത്. ഇത് പ്രായോഗികമല്ല. ഇതിനെങ്ങനെ മറികടക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്? തികച്ചും അപ്രായോഗികമായ ഒരു നിർദ്ദേശവും നിബന്ധനയുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെത്.
മൂലധന നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ അനുവദിച്ചത്. സർക്കാർ ആവശ്യപ്പെട്ടത് വായ്പ ചോദിച്ചത്, പക്ഷേ അതിനപ്പുറത്തേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായമാണ് പ്രധാനമായും കേരളം ചോദിച്ചത്. ആ സാമ്പത്തിക സഹായം അനുവദിച്ചതെന്ന് മാത്രമല്ല, വായ്പയെ അനുവദിക്കുകയും അത് ഈ സാമ്പത്തിക വർഷം തന്നെ, അതായത് ഈ മാർച്ച് 30 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം തന്നെ ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്നുമാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇത് തീർത്തും അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം കേന്ദ്ര നിലപാടിനെതിരെ രംഗത്ത് വരുന്നത്. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, പരിഹസിക്കുന്നതുമാണ് കേന്ദ്ര നിലപാടെന്നാണ് പ്രതിപക്ഷവും സർക്കാരും പറയുന്നത്. അതേസമയം BJP ഇത് സംസ്ഥാനത്തിന് വലിയ അനുഗ്രഹമായി മാറുമെന്ന ഒരു വിചിത്രമായ പ്രതികരണം BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെ വരുമ്പോഴും ഈ തുക നഷ്ടപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല. ഈ സമയം കൊണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുക സ്വാഭാവികം നഷ്ടപ്പെടും. പക്ഷേ അതിന് ബദൽ വഴികൾ തേടുകയാണ് സംസ്ഥാനം. എന്ത് ചെയ്യാനാകുമെന്നത് പ്രധാനമായും പല വകുപ്പുകൾ ചെലവഴിക്കേണ്ട ഒരു തുകയാണ്. പൊതുമരാമത്ത്, ജലവിഭവം അടക്കമുള്ള വിവിധ വകുപ്പുകളിലായി ചെലവഴിക്കേണ്ട തുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് വിനിയോഗിക്കാം, അല്ലെങ്കിൽ വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുന്ന തരത്തിലേക്ക് എങ്ങനെ ഈ പണം ഉപയോഗിക്കാമെന്ന കാര്യമാണ് പ്രധാനമായും സർക്കാർ ആലോചിക്കുന്നത്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചേക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഫിനാൻസ് സെക്രട്ടറി ഇപ്പോൾ കേരളത്തിലില്ല. അദ്ദേഹവും ധനമന്ത്രിയുമായി കൂടിയാലോചന ശേഷം മറ്റു വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെങ്ങനെ ഈ തുക ചെലവഴിക്കാം, ഏതെങ്കിലും പദ്ധതികളുടെ ഭാഗമായി ചെലവഴിക്കാൻ കഴിയും. പൂർണ്ണമായും വയനാടിന് മാത്രമായി ഇത് വിനിയോഗിച്ച് തീർക്കുക എളുപ്പമല്ല. പക്ഷേ വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന കാര്യമാണ് സർക്കാർ പരിശോധിക്കുന്നത്. തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ചേരാൻ പോകുന്നത്. ധനമന്ത്രിയും ഫിനാൻസ് സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം കൂടി വിളിച്ച് എന്ത് ചെയ്യാൻ ആകുമെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഈ തുക അനുവദിക്കാൻ സമയപരിധി നീട്ടി നൽകാനാകുമോ? കാരണം ഒരു മാസം കൊണ്ട് 45 ദിവസം കൊണ്ട് ഇത്രയധികം തുക ചെലവഴിക്കാൻ കഴിയില്ല, അത് അസാധ്യമാണ്. അതുകൊണ്ട് വളരെ വൈകി കിട്ടിയ സഹായമാണ്, വായ്പയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ സമയം നീട്ടി നൽകാനാകുമോ എന്ന കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രം ആരും അനുവദിക്കാനിടയില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു വായ്പ ആയതുകൊണ്ട് തന്നെ അതിന് സമയ നിബന്ധന വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും അത്തരമൊരു രാഷ്ട്രീയ ആവശ്യമായി കൂടി അത് മുന്നോട്ട് വയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനു മുമ്പും ചില സെക്രട്ടറി തലത്തിന്റെ കൂടിയാലോചനകൾ ഉണ്ടായേക്കാം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. വയനാടിന് വായ്പ നൽകിയത് ഫലത്തിൽ പ്രയോജനം ചെയ്യില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ എങ്ങനെ മറികടക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ സർക്കാരും വിവിധ വകുപ്പുകളും ഉള്ളത്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ ക്ഷേത്രത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശനം നടത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി കണ്ടു. ആരെയും സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത്. മുമ്പൊരിക്കലും അങ്ങനെയൊരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്ന ഒരു പ്രദേശവും ക്ഷേത്രവുമാണിത്. അതുകൊണ്ട് തന്നെ ആ നടുക്കം, അതിൻ്റെ ആഘാതം വളരെ വലുതായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നാട്ടാന പരിപാലന ചട്ടത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അതേസമയം തന്നെ ക്ഷേത്രത്തിൽ അങ്ങനെ വീഴ്ച പറ്റിയതായി തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നൊരു നിഗമനത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടുണ്ടോ? അതാണോ, അത് കൃത്യമായി മന്ത്രിക്ക് ധാരണയുണ്ടോ?
അങ്ങനെ ഒരു കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടില്ല. പലതരം ഈ വെടിക്കെട്ട് നടന്നതാവാം, അല്ലെങ്കിൽ ഈ ആനയുടെ ഫിറ്റ്നസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആവാം എന്നത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഇപ്പം ക്ഷേത്രം ഭാരവാഹികളുണ്ട്, അവരൊക്കെ ഒരു പുതിയ ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ സമൂഹത്തിലുണ്ട് ഈ ആനകളെ ഒഴിവാക്കിയുള്ള ഉത്സവം എന്ന രീതിയിലേക്ക് അത്തരം ചില ആലോചനകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വളരെ ഗൌരവമായി ആലോചിക്കുന്നു ആനയെ ഒഴിവാക്കാൻ. ഞങ്ങളത് തീർച്ചയായിട്ടും വളരെ ഗൌരവത്തോടെ കാണുകയാണ്. കാരണം ഈ മഹോത്സവങ്ങളൊക്കെ മഹോത്സവങ്ങളൊക്കെ ഭീകര ദുരന്തങ്ങളായി മാറുന്ന ഒരു വർത്തമാനകാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെയോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ് അമ്മക്കുട്ടി അമ്മ എന്ന് പറയുന്നത് ലീലേടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏടത്തി എന്ന് വിളിക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ എപ്പോഴും പാലൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങേയറ്റം ക്ഷേത്ര വിശ്വാസിയെ നടക്കുന്നതാണ് ലീലേടത്തി എന്ന് പറയുന്നത്. ഞങ്ങൾ ഏടത്തി എന്ന് കൂട്ടിയാണ് അവരെ വിളിക്കുന്നത്. മറ്റൊന്ന് രാജേട്ടൻ. ഇവരൊക്കെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ടവരാണ്. അവരാണ് നമ്മളെ വിട്ട് ഇനി എന്നേക്കുമായിട്ട് ഇല്ലാന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭീകരമായ ദുരന്തത്തിൽ നിന്ന് നമ്മൾ എത്ര സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അമ്മമാര് ഭീകരമായി ഓടുന്ന രംഗം നമുക്ക് വല്ലാണ്ട് വേറായിരിക്കുകയാണ് ആ രംഗം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഒരു പൊതുസമൂഹം ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം പണ്ട് നമുക്കറിയാം, പണ്ട് കോഴി അറവൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൃഗബലി ഏറ്റവും കൂടുതൽ നടന്നൊരു കാലമായിരുന്നു നമ്മളെ കേരളത്തിലെന്ന് പറയുന്നത്. എന്നാൽ ആ മൃഗബലി ഇന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്ഷേത്രങ്ങൾക്ക് എവിടെയും ചൈതന്യം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. എവിടെയും ഉത്സവങ്ങളൊക്കെ വീണ്ടും വളരെ ഭംഗിയെ നടക്കുകയും ക്ഷേത്രങ്ങളൊക്കെ അങ്ങ് പുനരുദ്ധാരണത്തിലൂടെ വളരെ മഹാക്ഷേത്രങ്ങളായി മാറുകയാണെന്ന് നമ്മൾ ഈ വർത്തമാനത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു. മേശാന്തി അദ്ദേഹം ഇന്നലെ തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ആന വേണമെന്നില്ല, പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത്. അദ്ദേഹം പെരുമ്പള്ളി മന ഇല്ലാത്തുള്ളതാണ്. പെരുമ്പള്ളി മന ഇല്ലാന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രങ്ങളൊക്കെ അങ്ങേയറ്റം പഠിച്ചവരാണ്. അവരും നമുക്ക് ഇന്ന് ഞങ്ങളെ മേശാന്തിയാണ്, അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം. സത്യത്തില് അതാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കുന്നത്. ശരിക്കും അതിനെക്കുറിച്ചൊരു വലിയ ചിന്ത, അത് പൊതുജനങ്ങളെ നമ്മൾ പ്രത്യേകിച്ചും ഭക്തന്മാരെ നമ്മളത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് നന്നായിട്ട് ഇടപെടേണ്ടി വരും. ഈ ഒരു ദുരന്തം ഒരു പക്ഷേ അവരുടെയൊക്കെ മനസ്സ് മാറ്റി ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു വലിയ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് ഈ ദുരന്തത്തിന് ശേഷം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് കാര്യം. അതാണ് വലിയ ചർച്ചകൾ സമൂഹത്തിൽ വരണം. ഒരുപക്ഷെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ അടുത്ത വർഷത്തെ ഉത്സവത്തിൽ വരുമ്പോൾ ആനയെ കാണാൻ കഴിയില്ല എന്നാണ് ഇവരുടെ ഒരു വികാരം. അടുത്ത വർഷം ശരിയാണ് ഉണ്ടാവുന്നതാണ് നമ്മൾ. അതിൽ പലതും മാറ്റം വരുത്താമല്ലോ നമുക്ക് ഇവിടെ. എന്തെല്ലാം വേണം അതൊക്കെ മാറ്റം വരുത്താം. അല്ലെങ്കിൽ പുരോഗമനം ആവശ്യമില്ലേ, മാറ്റത്തിലേ ആയിരിക്കണം. മറ്റേ ചീത്തയായി പോകുന്നത് നിങ്ങളൊക്കെ പൂർണ്ണ പിന്തുണ. തീർച്ചയായിട്ടും ഒരു പുനരുദ്ധരണം അത്യാവശ്യമാണ്. ഈ കേരളത്തിൽ മൊത്തമായിട്ട് എല്ലാ അമ്പലങ്ങളിൽ നിന്നും ആന ഒഴിവാക്കേണ്ട ആവശ്യം പണ്ടേ താമസിച്ച ഒരുപാട് ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കേൾക്കുന്ന മാത്രമാണ്. ഇപ്പൊ നേരിട്ട് കാണാനുള്ള അവസരം നമുക്ക് ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. ഇത് എന്തായാലും ഭയങ്കര ആ വിഷമം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊരു ചാനൽ ചർച്ച നടത്തി ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ജനങ്ങൾ സപ്പോർട്ട് ഇപ്പോഴത്തെ എങ്ങനെ തീർച്ചയായും നേരിട്ട് കാണുമ്പോൾ അനുഭവം വെച്ച് മാറ്റം വേണം എന്നുള്ള ഒരു അത്യാവശ്യമാണ്. ഇതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടുത്തെ പൊതുവികാരം ആണ് ഇതിനി ആനയെ ഉത്സവപ്പറമ്പിലേക്ക് കയറ്റേണ്ടതില്ല, അല്ലെങ്കിൽ തേര് രഥം തുടങ്ങിയവയിൽ ദേവനെ എഴുന്നള്ളിക്കണം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു വാഹനം മതി, അത് ആന തന്നെ വേണമെന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗൌരവതരമായ ചർച്ചകൾ ഉയർന്നു വരുമെന്ന് കരുതാം. എന്തായാലും കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിൽ അവിടെ മാത്രമല്ല, ഒരു അപകടമുണ്ടായപ്പോൾ ആ ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് ഒരു വന്യമൃഗമായ ആനയെ മെരുക്കി നിർത്തി അതിൻ്റെ പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളിൽ അതിനെ കൊണ്ട് നിർത്തുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഒരു വന്യമായ സ്വഭാവം പുറത്തേക്ക് എടുക്കാം എന്നുള്ളത് ഏറ്റവും സ്വാഭാവികമായ കാര്യമാണ്. അതുണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ മാറ്റി നിർത്തുക, ഉപദ്രവിക്കാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തായാലും ആ ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും എടുക്കുന്ന വികാരത്തോട് കേരളത്തിലെ മറ്റ് പല ആഘോഷ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിലുള്ളവരൊക്കെ അതിന് സമാനമായ ചിന്തയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ഒരു അപകടം ഉണ്ടാവേണ്ടി വരുന്നു ഇത്തരം ചിന്തകളിലേക്ക് വരാൻ എന്നത് മാത്രമാണ് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. MS അനീഷ് കുമാറാണ് കൊയിലാണ്ടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിൽ പരാതിക്കാരായ മറ്റ് വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാൻ തീരുമാനം. മുഴുവൻ പേരുടെയും മൊഴിയെടുത്തതിനാൽ കൂടുതൽ പ്രതികളില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.
നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്യാനും ഹൗസ് കീപ്പറെ പിരിച്ചുവിടാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഇന്നലെയാണ് ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള തീരുമാനമുണ്ടായത്. പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു 3 മാസത്തോളം ഇത്ര ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടും അത് അവിടെ ആരും അറിഞ്ഞില്ല. ഇനിയും സമാനമായ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതിനെന്ത് വിശദീകരണമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്? ശ്രീജ, ഇത് തീർച്ചയായും ആരോഗ്യവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു എൻക്വയറി കമ്മിറ്റിയൊക്കെ വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഫലത്തിന് ശേഷം ഇത്തരം കേവലം ഏതെങ്കിലും ഒരു കോളേജിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കേണ്ട തരത്തിലുള്ള പല മാറ്റങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സംവിധാനങ്ങളെല്ലാം ഉണ്ട്, ആൻറ്റി റാഗിംഗ് വിരുദ്ധ സെല്ലുകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അത് കാര്യക്ഷമമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. പ്രത്യേകിച്ച് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണിയെ പോലുള്ളവർക്ക് അദ്ദേഹമാണ് ഒരു പുരുഷ എന്താ പറയുക അധ്യാപകനായിട്ടുള്ളത്. അദ്ദേഹത്തിനായിരുന്നു അസിസ്റ്റന്റ് വാർഡന്റെ ചുമതല നൽകിയിരുന്നത്. വാർഡൻ ഈ പ്രിൻസിപ്പൽ സുലേഖ ഏറ്റിയാണ്. അവരങ്ങോട്ട് കാര്യമായി തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ്, പുരുഷന്മാരുടെ ഒരു ഹോസ്റ്റൽ എന്നുള്ള നിലയിൽ. പക്ഷേ ഇപ്പുറത്ത് ഇദ്ദേഹത്തിനാണ് ചാർജുള്ള അസിസ്റ്റന്റ് വാർഡൻ എന്ന നിലയിൽ. അദ്ദേഹവും കാര്യമായി ഇതിൽ ശ്രദ്ധ നൽകിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടുള്ളത്. മാത്രമല്ല ഹൗസ് കീപ്പറെ പിരിച്ചുവിടാനും തീരുമാനിച്ചു. അതൊരു താൽക്കാലിക ജീവനക്കാരനാണ്, അയാളെ പിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ ആദ്യ ദിവസം വിശദീകരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്, ചോദിക്കാറുണ്ട്, റാഗിങ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വഴിപാടായി ഒരു വശത്തൂടെ പോയി എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് കാര്യക്ഷമമല്ല സംവിധാനം എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി ഉണ്ടായത്. തീർച്ചയായും ഇത് പരിഹരിക്കാൻ എന്ത് എന്നത് ശ്രീജയുടെ ചോദ്യം അവിടെ ചോദ്യമായി അവശേഷിക്കുകയാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് തീർച്ചയായും അത് കേവലം കോട്ടയം നഴ്സിംഗ് കോളേജിൽ മാത്രം ഉണ്ടാകേണ്ട മാറ്റമല്ല. പലയിടത്തും റാഗിംഗ് സംഭവങ്ങൾ പിന്നെയും ഉണ്ടായി. പൂക്കോട് വെറ്റിനറി കോളേജിൽ ഉണ്ടായ സംഭവം അതൊരു മരണത്തിലേക്ക് വരെ എത്തുകയും കേരളം ആഴ്ചകളോളം ചർച്ച ചെയ്യുകയും ചെയ്തൊരു വിഷയമാണ്. പക്ഷേ എന്നിട്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ കേവലം കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം മാത്രമല്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും മറ്റു പ്രതികൾ, ഈ 6 പേരാണ് ഇരകൾ. അതിൽ ഒരാളുടെ മൊഴിപ്രകാരമാണ്, ഈ വീഡിയോ ഒക്കെ പുറത്തു വന്ന ആളുടെ മൊഴിപ്രകാരമാണ് FIR ഇട്ടിരുന്നത്. ബാക്കിയുള്ളവരും സമാനമായ രീതിയിൽ പല ദിവസങ്ങളിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2-3 പേരാണ് പ്രധാനമായും പീഡനം നേരിടേണ്ടത് വന്നത്. മറ്റുള്ളവർ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്ന, അവരുടെ കഴുത്തിന് വെച്ച് പണം വാങ്ങുന്ന പോലുള്ള പലതരത്തിലുള്ള എന്താ പറയുക ക്രൂരതകളൊക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഇവരെ എല്ലാവരെയും സാക്ഷികളാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ കൂടുതൽ പ്രതികളില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഈ പരാതിക്കാരുടെ മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ പ്രതികളില്ല എന്ന നിലയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ പ്രതികളുടെ മൊബൈലാണ് ഈ വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നത് എന്നതാണ് ആദ്യം വന്നിരുന്നത്. പക്ഷെ പ്രതികളുടെ മൊബൈലിലല്ല, ഇരകളുടെ മൊബൈലിൽ തന്നെ ഇത് ചിത്രീകരിക്കുകയും എന്നിട്ട് ആ മൊബൈലിൽ നിന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ബുദ്ധിപരമായ ഒരു നീക്കമൊക്കെയാണ് ഫലത്തിൽ നടത്തിയത്. പക്ഷെ എടുത്തത് ഇവർ തന്നെയാണ് എന്നുള്ളത് അതിൻ്റെ ശബ്ദത്തിലും ഇതിലും എല്ലാം വ്യക്തമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു നീക്കം കൂടി ഫലത്തിൽ ഇവർ നടത്തിയിരിക്കും. ഒരുതരം സാഡിസ്റ്റ് മനോഭാവം എന്ന് തന്നെ അക്കാര്യത്തിലും ഈ ചിത്രീകരണ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. എന്നാൽ BJPയും ഒപ്പം തന്നെ ASF AYF സംഘടനകളും സംയുക്തമായി ഒക്കെ ഇന്ന് മാർച്ചുകൾ നടത്തുന്നുണ്ട്. BJPയുടെ മാർച്ച് ആദ്യം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റു മാർച്ച് തൊട്ട് പിന്നാലെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ തുടരുകയാണ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ ഇന്നലെയാണ് പ്രിൻസിപ്പലിനെയും ഇതിൻ്റെ കെയർ ടേക്കറെയും ഒക്കെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതെങ്ങനെ നിർബാധം തുടർന്നു എന്നത് ഇനിയും അറിയേണ്ട കാര്യമാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ആരോപണവുമായി N പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാണ് പ്രശാന്തിന്റെ ആരോപണം. ജയതിലക് IASനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല. അതിനാൽ നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യണമെന്നാണ് പ്രശാന്തിന്റെ ആവശ്യം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇതങ്ങനെ പതിവുള്ള ഒരാവശ്യമല്ല. പക്ഷപാതപരമായി പെരുമാറുന്നു, തന്റെ പരാതികൾ കാണാതെ പോകുന്നു. ഈ സാഹചര്യത്തിൽ
തന്റെ ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും സ്ട്രീം ചെയ്യണമെന്നും എൻ പ്രശാന്ത് ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ഡാന്റെ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. ഡാനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ആരോപണവുമായാണ് എൻ പ്രശാന്ത് IAS ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഡാൻ ഉണ്ട്. ഡാൻ, ഞാൻ ചോദിച്ചത് ഇങ്ങനൊരു അസാധാരണമായ ആവശ്യം ഉന്നയിക്കാനുള്ള പശ്ചാത്തലം എന്താണെന്നാണ്. നവംബർ മാസം 14-ാം തീയതിയാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് ജയതിലകിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിയിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളും സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായില്ല എന്നാണ് പ്രശാന്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതോടൊപ്പം ചീഫ് സെക്രട്ടറി 18-ാം തീയതി നൽകിയ കത്തിന് 19-ാം തീയതി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. പലപ്പോഴായി 7 മറുപടി കത്തുകൾ നൽകിയെങ്കിലും മറുപടികളുടെ തലക്കെട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് നൽകാത്തതിനാൽ ചീഫ് സെക്രട്ടറി അവ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. ഇത് വിചിത്രമായ നടപടിയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. നടപടിക്ക് ആധാരമായ രേഖകൾ ആവശ്യപ്പെട്ടിട്ട് 3 തവണ കത്തെഴുതിയ ശേഷമാണ് 1 മാസം വൈകിപ്പിച്ച ശേഷം അവ ലഭ്യമാക്കിയതെന്നും ഈ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു. ഇതിലൂടെ ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിനാൽ നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ പ്രശാന്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് തന്നെയാണ് എൻ പ്രശാന്ത് കത്തെഴുതിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എൻ പ്രശാന്ത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ പരാതികൾ കാണാതാവുകയും ആ പരാതികൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച രേഖകൾ അപ്രത്യക്ഷമാവുന്നു എന്നാണ് പ്രശാന്തിൻ്റെ ആരോപണം. 3 തവണ എഴുതിയ ശേഷമാണ് 1 മാസം വൈകിപ്പിച്ച ശേഷം ചോദിച്ച രേഖകൾ കിട്ടിയത്. ഇത് പക്ഷപാതപരമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണവുമായി ഇരയായ യുവതി. തൃക്കാക്കര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെയാണ് പരാതി. ഇയാളുടെ സഹോദരനും തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനയും കേസിൽ പ്രതിയാണ്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഇതായിട്ട് അതിലൊരു കൊച്ചുണ്ടായിട്ടുണ്ട്. ആ കൊച്ചിനെ കുറേ ഇവർ കൊല്ലാൻ ശ്രമിക്കുകയും കാര്യങ്ങളും അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് ഇതിലുണ്ട്. അതെല്ലാം ഞാൻ മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരിത് പീഡനം മാത്രമാണ് ഈ കേസിൽ ഒതുക്കിയിരിക്കുന്നത്. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിനും തനിക്കുമെതിരെ വധഭീഷണി മുഴക്കുക തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത്. പിഞ്ചു കുഞ്ഞിനും തനിക്കുമെതിരെ പ്രതിയും കുടുംബവും നിരന്തരമായി കൊലപാതക ഭീഷണി മുഴക്കിയെന്ന കാര്യം യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണം ഇപ്പോഴും ശരിയായ രീതിയിലല്ലെന്നും പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നു. നമ്മളിപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ CI സാറ് ഇങ്ങനെ, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒത്തിരി ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട്. സാറേ ഇന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഫുൾ തെളിവും കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ 6-ാം മാസത്തിൽ ഇവരെൻ്റെ വയറ് കീറി വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അലിൻ്റെ അളിയനും അൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ വന്നിട്ടാണ് എന്നെ നിർബന്ധിച്ച് കൊല്ലങ്കോട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഇപ്പം ഇവർ നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിക്കുകയെ ഇതിൻ്റെ കറക്റ്റായിട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് 2-ാം വർഷം ഒരിക്കലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. പീഡന പരാതിയെ എതിർക്കുന്നതിനായി പ്രതി തനിക്കെതിരെ വ്യാജ ഹണി ട്രാപ്പ് കേസ് നൽകിയതായും യുവതി പറഞ്ഞു. അലി ഷാനിയുടെ സഹോദരനും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദു ഷാനിയും കേസിൽ പ്രതിയാണ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. തന്നെ കാറിൽ പിന്തുടർന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലും കേസുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് CI ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ, DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടും യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച ഏക മകൾക്കായി നീതി തേടി കുടുംബം. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന കീർത്തി സുനുകുമാർ കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലെയും റെനൈ മെഡിസിറ്റിയിലെയും ചികിത്സാ പിഴവുകളെ തുടർന്ന് മരിച്ചത്. ഇത് ശരിവെച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി നടത്തിയിരുന്നു. 2024 മെയ് 6-നാണ്
കടുത്ത തലവേദനയെ തുടർന്ന് കീർത്തി സുനികുമാറെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലും തുടർന്ന് റിനൈ മെഡിസിറ്റിയിലും ചികിത്സക്കായി എത്തിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി രോഗനിർണയം നടത്താതെ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സ നൽകുകയായിരുന്നു. തുടർന്ന് മെയ് 10-ാം തീയതി റിനൈ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ കീർത്തി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തലച്ചോറിലെ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തി. ഇതിലേക്ക് സൂചന നൽകുന്ന ലക്ഷണങ്ങളും ബ്ലഡ് റിസൾട്ട്സും ഉണ്ടായിരുന്നിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ കീർത്തിക്ക് നൽകിയിരുന്നില്ല. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാതല എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി അന്വേഷണം നടത്തുകയും ഇരു ആശുപത്രികളിലെയും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും കണ്ടെത്തുകയും ചെയ്തു. നാളിതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് ആവശ്യമായ വിവരങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനലിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. പോലീസ് പലവട്ടം DMOയെ സമീപിച്ചു. എറണാകുളം DMO ഇതുവരെയും ആവശ്യമായ വിശദാംശങ്ങൾ, കേസ് രജിസ്റ്ററിന് ആവശ്യമായ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിലും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നൊരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണെന്നും നടന്ന ചികിത്സാ പിഴവ് കൃത്യമായി എന്താണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഈ അനാസ്ഥ മൂലം മരണം നടന്ന് 10 മാസം കഴിഞ്ഞിട്ടും പോലീസിന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനോ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിലെ കാലതാമസമടക്കം പല ഘട്ടങ്ങളിലും ഈ കുടുംബം കുറ്റകരമായ അനാസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അച്ഛൻ സുനികുമാറും അമ്മ കലയും. ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് കളങ്കം വരുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കീർത്തിക്ക് നീതി നേടിക്കൊടുത്തേ മതിയാകൂ. ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. ഋതു ജയനാണ് കേസിലെ ഏക പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 15-നാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി 3 പേരെ ഋതു തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് 2 കോടിയുടെ ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി സൈബർ ക്രൈം പോലീസ്. ജവഹർ നഗർ സ്വദേശി പണം കൈമാറിയ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സമാനമായ രീതിയിൽ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയാനും അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർമ്മാണ പിഴവ് മൂലം തകർന്ന വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയം മരട് മാതൃകയിൽ പൊളിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നു. താമസക്കാരെ ഒഴിപ്പിക്കൽ, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി കളക്ടർ ചെയർമാനായ പ്രത്യേക സമിതി ഇന്ന് പ്രദേശം സന്ദർശിക്കും. തൃപ്പൂണിത്തുറയ്ക്കുള്ള മെട്രോ പാത, ചന്ദർകുഞ്ചിന്റെ ഭാഗമായ എ ടവർ തുടങ്ങിയവയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള പരിശോധനകളും ഇന്ന് നടക്കും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഇന്ന് തുടങ്ങും. സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് കുട്ടിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കുട്ടിയോട് മാത്രമല്ല മറ്റു പല കുട്ടികളോടും മോശമായി പെരുമാറിയിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് നയിച്ചത് എന്ത് എന്നതിൽ വിശദമായ പരിശോധന വേണം. അത് എപ്പോഴായിരിക്കും ആരംഭിക്കുക? മാനസിക സമ്മർദ്ദമാണോ ഇതിലേക്ക് നയിച്ച സാഹചര്യം? അങ്ങനെയാണെങ്കിൽ ആ മാനസിക സമ്മർദ്ദത്തിന് കാരണം ഇപ്പോൾ ആരോപണം ഉയരുന്ന ക്ലർക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ അസഭ്യം നിറഞ്ഞ വാക്കുകളും മറ്റു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന പെരുമാറ്റവുമാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വിശദമായ പരിശോധന നടക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതിന് പുറമെ പോലീസിന്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ +1 വിദ്യാർത്ഥിയുടെ സഹപാഠികളിൽ നിന്നടക്കം മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതായത് മറ്റു കുട്ടികളോടും സമാനമായ തരത്തിൽ ഈ ക്ലർക്ക് പെരുമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ കാര്യങ്ങളടക്കം പോലീസ് മൊഴിയെടുക്കുമ്പോൾ അവർ നൽകുമോ എന്നറിയാനാണ് അന്വേഷണ സംഘം കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദുരനുഭവം നേരിട്ട മറ്റുള്ളവർ നൽകുന്ന മൊഴി ഈ വിഷയത്തിൽ നിർണായകമാകും. മാത്രമല്ല ഈ +1 വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവം സംബന്ധിച്ച് മറ്റ് സുഹൃത്തുക്കളോട്
എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അതിന് സമാന്തരമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വിവാദമായതിന് പിന്നാലെ മറ്റു തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസ് MLAയും ശരത് പവാറിനെ കാണും. അടുത്ത ബുധനാഴ്ച മുംബൈയിലാണ് നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് പവാർ സമയം അനുവദിച്ചിരിക്കുന്നത്. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിക്കണമെന്നാണ് ശശീന്ദ്രന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ തന്നെ ദേശീയ അധ്യക്ഷന് ഇമെയിൽ അയച്ചിരുന്നു. എന്നാൽ PC ചാക്കോയുടെ രാജി അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാരും പവാറിന് കത്ത് നൽകിയിട്ടുണ്ട്. ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാകും? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണ് BJP. ഇന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. തുടർന്ന് തീരുമാനം MLAമാരെ അറിയിക്കും. രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ആശിഷ് സൂദ് തുടങ്ങി രേഖ ഗുപ്ത വരെയുള്ള നിരവധി പേരുകൾ ഉയരുന്നുണ്ട്. ഇതിൽ ആരുടെ പേരിനാണ് മുൻഗണനയുള്ളത്? എപ്പോഴായിരിക്കും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാവുക? ശ്രീജ, ചർച്ചകൾക്ക് ഏതായാലും വേഗം കൂടുകയാണ്. കാരണം പ്രധാനമന്ത്രി വിദേശ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ യോഗം ചേരും. ഈ യോഗത്തിൽ രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ JP നഡ്ഡ, അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്യും. ഇന്ന് ഈ യോഗത്തിൽ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലുള്ള ധാരണയിലെത്തും. അതിനുശേഷം MLAമാരുടെ യോഗം വിളിച്ചത് പ്രഖ്യാപിക്കും എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 48 MLAമാരാണ് BJPക്ക് ഡൽഹിയിലുള്ളത്. അതിൽ നിന്ന് 15 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മറ്റു മന്ത്രിമാർ, സ്പീക്കർ തുടങ്ങിയവരുടെ പേരുകൾ കണ്ടെത്തുക എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 പേരുകൾ പരിഗണനയിലുണ്ട്. അതിലൊന്ന് ആശിഷ് സൂദിൻ്റെ പേരാണ്. അദ്ദേഹം ജനക്പൂരിൽ നിന്നുള്ള MLA ആണ്. കൂടാതെ കേജ്രിവാളിനെ ന്യൂഡൽഹിയിൽ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. മുൻ അധ്യക്ഷന്മാരായ വിജേന്ദർ ഗുപ്ത, ഒപ്പം തന്നെ സതീഷ് ഉപാധ്യായ തുടങ്ങിയവരുടെ പേരുകളും ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം സാമുദായിക, ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾ തുടങ്ങിയവരൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും തീരുമാനിക്കുക എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ വനിതകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഷിഗാറായി, നിലവിൽ ഗ്രേറ്റർ കൈലാഷിൽ നിന്നുള്ള MLA ആണവർ. ഒപ്പം തന്നെ രേഖ ഗുപ്ത ഷാലിമാർ മാർബാഗിൽ നിന്നുള്ള MLA ആണ്. ഈ 2 പേരുടെ പേരുകളാണ് ഏതായാലും സജീവമായി ചർച്ചകളിലുള്ളത്. ഇങ്ങനെ 5 പേരുകൾ, ആശിഷ് സൂദ് അടക്കം 5 പേരുകൾ BJP നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഈ 5 പേരുകൾ അല്ലെങ്കിൽ ഈ ചുരുക്കപ്പട്ടിക കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ചർച്ചയായിരിക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ നടക്കുക. അതിൽ നിന്ന് ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. കാരണം നേരത്തെ തന്നെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ദുഷ്യന്ത് ഗൗതമിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആലോചനകൾ BJPയിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടിയാണ് മറ്റു പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ച നീളുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീജ, പല മേഖലകൾ, പ്രത്യേകിച്ച് സിഖ് വോട്ടുകൾ ഇത്തവണത്തെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട്. പൂർവാഞ്ചൽ വോട്ടുകൾ നിർണായകമായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ ഒക്കെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ടൊരു മന്ത്രിസഭയാണ് BJP ഏതായാലും ആഗ്രഹിക്കുന്നത്. ശരി, രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 10 പേർ മരിച്ചു. കുംഭമേളയ്ക്ക് പോവുകയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശികൾ സഞ്ചരിച്ച ബുലേറോ കാറും മധ്യപ്രദേശിൽ നിന്നുള്ള സംഘത്തിന്റെ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. മിർസാപൂർ പ്രയാഗ്രാജ് ദേശീയപാതയിൽ പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. 19 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇടവേള.